നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലെ പെർമനന്റ് എക്സിക്യൂട്ടീവ് ട്രെയിനീസിന് വിളിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേന്ദ്ര ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിന്റെ കീഴിലുള്ള ഒരു മിനിരത്ന കമ്പനിയാണ്. ഇത് 1972 സ്ഥാപിതമായത്. എന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊച്ചിയിലാണ്. 8 കാറ്റഗറിയിലേക്കാണ് ഇവർ പെർമനന്റ് എക്സിക്യൂട്ടീവ് ട്രെയിനീസിനെ വിളിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്നും അവിടുത്തെ ശമ്പള സ്കെയിൽ എന്താണെന്നും ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്താണെന്നും എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഈ 8 ഡിസിപ്ലിൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സിക്യൂട്ടീവ് ട്രെയിനി, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, നേവൽ ആർക്കിടെക്ചർ, ഇൻഫർമേഷൻ ടെക്നോളജി, ഹ്യൂമൻ റിസോഴ്സസ്, സിവിൽ ആൻഡ് ഫൈനാൻസ്. അപ്പൊ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സിക്യൂട്ടീവ് ട്രെയിനി മെക്കാനിക്കലിന് പറയുന്ന ക്വാളിഫിക്കേഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രിയാണ്. ഇനി ഇലക്ട്രിക്കൽ ട്രെയിനീസിന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രിയാണ്. അതുപോലെ ഇലക്ട്രോണിക്സിന് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രി, നേവൽ ആർക്കിടെക്ചറിന് നേവൽ ആർക്കിടെക്ചറിലുള്ള ഡിഗ്രി, സിവിൽക്കാർക്ക് സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രി. ഇനി ഇൻഫർമേഷൻ ടെക്നോളജിക്കാർക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രിയോ ഇൻഫർമേഷൻ ടെക്നോളജി എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രിയോ, മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, അതല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, ഇതിലേതെങ്കിലുമോ. ഇനി ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഏതെങ്കിലും റെപ്യൂട്ടഡ് ഏജൻസിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വാലിഡ് സർട്ടിഫിക്കറ്റ് ഓൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, DBMS, നെറ്റ്വർക്കിംഗ്, EPR സിസ്റ്റം, ഇതിലേതെങ്കിലും ഉള്ളൊരു സർട്ടിഫിക്കറ്റ് വേണം. ഇനി ഹ്യൂമൻ റിസോഴ്സ് ട്രെയിനിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ 2 year മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ equivalent degree or equivalent qualification or equivalent diploma or postgraduate degree ആണ്. ഈ ക്വാളിഫിക്കേഷൻ ഏതൊക്കെ ഡിസിപ്ലിൻസ് ആണെന്ന് നമുക്ക് നോക്കാം. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ HR, അതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷന് ഇക്വലന്റ് ആയിട്ട് ഒരു ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ HR, അതല്ലെങ്കിൽ ഒരു ഇക്വലന്റ് ഡിപ്ലോമ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ HR. ഇത് ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക്, അതിൽ പേഴ്സണൽ മാനേജ്മെന്റോ അതല്ലെങ്കിൽ ലേബർ വെൽഫെയർ ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ വേണം. ഇതൊന്നും അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ പേഴ്സണൽ മാനേജ്മെന്റ്. ഇത് ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് HR എക്സിക്യൂട്ടീവ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി എക്സിക്യൂട്ടീവ് ട്രെയിനി ഫൈനാൻസിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ നടത്തിയിരിക്കുന്ന എക്സാം നിങ്ങൾ പാസ്സായിരിക്കണം. ഈ ഫൈനാൻസ് കൂടാതെ ബാക്കി എല്ലാ ഡിഗ്രീസും നിങ്ങൾ അറ്റൈൻ ചെയ്തത് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കണം. അതുകൂടാതെ നിങ്ങൾ 65% മാർക്കും അറ്റൈൻ ചെയ്തിട്ടുണ്ടാവണം. ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി 44 ആണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ കമൻസ് ചെയ്തത് 6 December 2024 ആണ്. ഇത് ആപ്ലിക്കേഷൻ 6 January 2025 വരെ ലൈവ് ആണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ആയിട്ടാണ്. ഇതുകൂടാതെ ഫിസിക്കലി ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനും ചില പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അത് ഏതൊക്കെയാണ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്ന് ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ഇവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് ഞാൻ പറയാം. എക്സിക്യൂട്ടീവ് ട്രെയിനി ഇൻഫർമേഷൻ ടെക്നോളജി, ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഫൈനാൻസ്. നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 1 വർഷം ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യണം. ആ സമയത്ത് നിങ്ങൾക്ക് 50,000 rupees കൺസോളിഡേറ്റഡ് പേ ആണ് ലഭിക്കുക. ഇത് കൂടാതെ നിങ്ങൾ ഓവർ ടൈം വർക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ ഹോളിഡേയ്സ് വർക്ക് ചെയ്യുകയോ ചെയ്താൽ മാക്സിമം 3,000 rupees വരെ നിങ്ങൾക്ക് ലഭിക്കും. ഈ ട്രെയിനിങ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളുടെ അടുത്ത പോസ്റ്റിംഗ് അസിസ്റ്റന്റ് മാനേജർ E1 എന്ന ഗ്രേഡിലായിരിക്കും. അതിന്റെ സ്കെയിൽ ഓഫ് പേ 40,000 to 1,40,000 വരെയാണ്. ഇതാണ് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സ്കെയില്. ഇത് കൂടാതെ ബാക്കി അലവൻസസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് ഡിയർനെസ് അലവൻസ്, HRA, ന്യൂ പെൻഷൻ സ്കീം, കോൺട്രിബ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട് സ്കീം, ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ്, ലീവ് എൻകാഷ്മെന്റ്, മെഡിക്കൽ റീംബേഴ്സ്മെന്റ്, മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി, അതുകൂടാതെ പെർഫോമൻസ് പേയ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിന്റെ ഹെഡ് ഓഫീസ് കൊച്ചിയിലാണല്ലോ. ഇത് കൂടാതെ ഡൽഹി, മുംബൈ, കൽക്കട്ട, ആൻഡമാൻ നിക്കോബാർ എന്നിവിടങ്ങളിലും ഇവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുകയാണെങ്കിൽ ഇവിടെ എവിടെ വേണമെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. കാരണം ഓരോ എഞ്ചിനീയറിംഗിന് അവർ ഇക്വലന്റ് ആയിട്ട് വേറെ കുറച്ച് ക്വാളിഫിക്കേഷൻസും കൂടി പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഇക്വലന്റ് ആയിട്ട് എലിജിബിൾ ആയിട്ടുള്ള ഡിസിപ്ലിൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ആൻഡ് ടൂൾ എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കലിന് ഇക്വലന്റ് ആയിട്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്.
ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് ഏതൊക്കെയാണ് ഇക്വലന്റ് എന്ന് നോക്കാം. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. നേവൽ ആർക്കിടെക്ചറിന് ഇക്വലന്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഫ്ഷോർ എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ്, ഡ്യുവൽ ഡിഗ്രി ഇൻ നേവൽ ആർക്കിടെക്ചർ അതായത് ബിടെക് വിത്ത് എംടെക്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ചർ ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇത് ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാം. ഇനി അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പർ ഏജ് ലിമിറ്റ് 27 ഇയേഴ്സ് ആണ്. അത് ആസ് ഓൺ 6 ജാനുവരി 2025 ആണ്. അതായത് കാൻഡിഡേറ്റ് ഷുഡ് ബി ബോൺ ഓൺ ഓർ ആഫ്റ്റർ 7th ജാനുവരി 1998. ഇതുകൂടാതെ SC/ST 5 ഇയർ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBCക്ക് 3 ഇയർ റിലാക്സേഷൻ ഉണ്ട്. ചില പോസ്റ്റിലേക്ക് ഫിസിക്കലി ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവർക്ക് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന ഏജ് റിലാക്സേഷൻ എത്രയാണോ അത് ഇവിടെയും ബാധകമാണ്. പിന്നെ സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്ന 2 ഫേസ് ആയിട്ടാണ്. ഫസ്റ്റ് ഫേസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ഫേസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, റൈറ്റിംഗ് സ്കിൽസും പേഴ്സണൽ ഇന്റർവ്യൂ ആണ്. ഫസ്റ്റ് ഫേസിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. 60 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 60 മിനിറ്റ്സ് ആണ് എക്സാമിന്റെ ഡ്യൂറേഷൻ. അതിൽ ജനറൽ അവയർനെസ്സിൽ നിന്ന് 5 മാർക്ക്, ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് 5 മാർക്ക്, ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നിന്ന് 5 മാർക്ക്, റീസണിംഗ് എബിലിറ്റിയിൽ നിന്ന് 5 മാർക്ക്, അങ്ങനെ ടോട്ടൽ 20 മാർക്കായി. ബാക്കി 40 മാർക്ക് സബ്ജക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ നിന്നായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതമാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇനി ഫേസ് 2 ഗ്രൂപ്പ് ഡിസ്കഷന് 10 മാർക്ക്, റൈറ്റിംഗ് സ്കിൽസിന് 10 മാർക്ക്, പേഴ്സണൽ ഇന്റർവ്യൂവിന് 20 മാർക്ക്, അങ്ങനെ അത് 40 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിലാണ് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഫേസ് 1 ഓൺലൈൻ ടെസ്റ്റ് കേരളത്തിൽ പല സെന്റേഴ്സിലും ഉണ്ടായിരിക്കും. ഫേസ് 2 ടെസ്റ്റ് കൊച്ചിയിൽ വെച്ചാണ് നടത്തുന്നത്. ഇത് നിങ്ങൾ ഫേസ് 1 പാസ്സായതിനു ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഫേസ് 2 ഇന്റർവ്യൂ ഗ്രൂപ്പ് ഡിസ്കഷനിലേക്ക് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുള്ളൂ. ഇനി ഈ 2 ഫേസും കഴിഞ്ഞ് നിങ്ങളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു സർവീസ് എഗ്രിമെന്റ് സൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് പ്രകാരം നിങ്ങൾ ട്രെയിനിങ്ങിന് ശേഷം 5 ഇയേഴ്സ് അവിടെ സെർവ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഈ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ₹5 lakhs അവർക്ക് കോമ്പൻസേഷൻ ആയിട്ട് നൽകണം. അതുകൂടാതെ നിങ്ങളുടെ ട്രെയിനിങ് പീരീഡിലോ അതല്ലെങ്കിൽ സർവീസ് പീരീഡിലോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേറൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇവര് അവിടെ നിന്ന് നിങ്ങൾക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതല്ല. ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. www.cochinshipyard.in എന്ന സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് നിങ്ങൾ കയ്യിൽ കരുതണം. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെയും റിലവൻറ്റ് മാർക്ക് ഷീറ്റ് വേണം. പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് വേണം. സിഗ്നേച്ചർ വേണം. ഏജ്, കാസ്റ്റ്, എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും വേണം. ഇനി ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എമൗണ്ട് ഓഫ് ഡിസബിലിറ്റി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റും അറ്റാച്ച് ചെയ്യണം. ഇനി നിങ്ങൾ ഏതെങ്കിലും ഗവൺമെന്റ് സർവീസിലോ അതല്ലെങ്കിൽ ഗവൺമെന്റ് ഓൺഡ് ഇൻഡസ്ട്രീസിൽ അതുപോലെ ഏതെങ്കിലും ഇൻഡസ്ട്രീസിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ അവിടെ നിന്ന് ഒരു NOC പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. അതുകൂടാതെ നിങ്ങൾ സെലക്റ്റഡ് ആവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് റിലീവിംഗ് ലെറ്റർ കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾ ഇവിടെ അവർ ജോയിൻ ചെയ്യിപ്പിക്കുള്ളൂ. ഇതിന് ഒരു ₹1000 ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. അത് ഓൺലൈനായിട്ടാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത്. അതായത് ഈ നോട്ടിഫിക്കേഷൻ കോൾ ഫോർ ചെയ്ത് December 6 തുടങ്ങി January 6, 2025 വരെ നിങ്ങൾക്ക് ഈ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്യാവുന്നതാണ്. SC, ST, PW, DB കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ നൽകേണ്ടതില്ല. പിന്നെ ഇതിൽ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ആപ്ലിക്കന്റ് ഒരു പോസ്റ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിന്റെ ഒരു കോപ്പീസ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതില്ല. പക്ഷേ നിങ്ങൾ ഇതിന്റെ സോഫ്റ്റ് കോപ്പി അതല്ലെങ്കിൽ ഒരു ഹാർഡ് കോപ്പിയോ നിർബന്ധമായിട്ട് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കണം. കാരണം ഇതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സിസ്റ്റം ജനറേറ്റഡ് ഒരു രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും. ഈ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളുടെ ഫ്യൂച്ചർ കറസ്പോണ്ടൻസിനെല്ലാം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇതിന്റെ ഒരു കോപ്പി എടുത്ത് സൂക്ഷിക്കുക. ഫിസിക്കലി ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിന് ഓൺലൈൻ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് സ്ക്രൈബിന്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പറയേണ്ടതാണ്. അതുകൂടാതെ എൻ്റെ വാലിഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ കോൾ ലെറ്റർ ലഭിക്കുന്നത് ഇമെയിൽ വഴിയായിരിക്കും. അതുകൂടാതെ ഇവരിതിന്റെ വെബ്സൈറ്റിലും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എപ്പോഴും വെബ്സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇമെയിലും നോക്കുക. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അടുത്തൊരു വീഡിയോയിലൂടെ അടുത്തൊരു കണ്ടന്റുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. Until then, bye from Team Amazing Academics.